مبحر في ذكرياتي يسمع النجم شكاتي. هل تراني سوف ألقى بعضهم قبل الممات؟ أقبلوا لا تتركوني يا بني ويا بناتي. أقبلوا لا تتركوني يا بني ويا بناتي. منذ أن فارقتموني لم تعد تحلو حياتي. مبحر في ذكرياتي يسمع النجم شكاتي. مبحر في ذكرياتي يسمع النجم شكاتي. هل تراني سوف ألقى بعضهم قبل الممات؟ أقبلوا لا تتركوني يا بني ويا بناتي. أقبلوا لا تتركوني. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. حق الشفاعة للرسول مسلم في يوم حشر الشيب والشبان. من بعد إذن الله يشفع أحمد والخلق في ذاك المقام يعاني. لكنه في القبر ليس بمالك نفعا لإنسي ولا للجان. النفع من عند الإله جميعه والفضل من ذي النعمة المنان. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, മദീന സിയാറത്ത് എന്ന വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇന്നത്തെ സമയം ഉപയോഗപ്പെടുത്തുന്നത്. അല്ലാഹുവിൻ്റെ ഭവനത്തിലുള്ള ദീന് കേൾക്കാൻ വേണ്ടിയുള്ള ഈ ഒത്തുചേരൽ
നമ്മിൽ നിന്നും ഒരു സ്വാലിഹായ അമലായി അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ എത്രയാണെങ്കിലും എന്താണെങ്കിലും എല്ലാം അറിയുന്ന പൊറുക്കുന്ന നാഥൻ അവൻ്റെ മഗ്ഫിറത്ത് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത സ്ഥലങ്ങളും വ്യക്തികളും സമയങ്ങളുമുണ്ട് ഈ ലോകത്ത്. അല്ലാഹു പവിത്രമാക്കിയ സ്ഥലങ്ങളെയും വ്യക്തികളെയും സമയങ്ങളെയും മാസങ്ങളെയുമൊക്കെ പവിത്രമായി കാണുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നത് ഈമാനിന്റെ ഭാഗവുമാണ്. ഈ ലോകത്ത് ഭൂമിയിൽ പവിത്രമായ പ്രദേശങ്ങളായി പ്രത്യേകം ആദരിക്കപ്പെടേണ്ടുന്ന കേന്ദ്രങ്ങളായി അല്ലാഹു അവന്റെ പ്രവാചകനിലൂടെ പരിചയപ്പെടുത്തിയ മഹനീയമായ 2 ഹറമുകളാണുള്ളത്. അൽ ഹറമൈൻ എന്ന പേരിൽ മുസ്ലിം ലോകം അതോർക്കുന്നു. ഒന്ന് വിശുദ്ധ കഅബാലയം സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധ മക്കയാണ്. മക്ക ഹറം എന്നതറിയപ്പെടുന്നു. രണ്ടാമത്തേത് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഇസ്ലാം എത്തിയതോടുകൂടി പ്രവാചകന്റെ വാക്കുകളാൽ പടച്ചതമ്പുരാന്റെ അനുവാദപ്രകാരം പവിത്രമാക്കപ്പെട്ട മദീനത്തുർ റസൂൽ, ആ മദീന ഹറവും. ഇങ്ങനെ 2 ഹറമുകളാണ് മുസ്ലിം ലോകം ഏറെ പവിത്രമായി കാണുന്ന പരിശുദ്ധമായ പുണ്യഭൂമികൾ. ഹജ്ജ് കർമ്മം നടക്കുന്നത് മക്ക ഹറമിലും അതുപോലെ തന്നെ അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുമാണ്. ഹജ്ജ് നൽകുന്ന മഹനീയമായ സന്ദേശം എന്താണെന്ന് കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ സവിസ്തരം വിശദീകരിക്കപ്പെടുകയുണ്ടായി. ഇന്ന് മദീന ഹറമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് നമുക്ക് ആലോചിക്കുവാനും സംസാരിക്കുവാനുമുള്ളത്. ഒരുപാട് മഹത്വമുള്ള പ്രദേശമാണ് മദീന. ഇസ്ലാമിന്റെ മുമ്പ് യസ്രിബ് എന്നറിയപ്പെട്ടിരുന്ന ആ പ്രദേശം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിയോഗത്തിന്റെ ശേഷം മദീന എന്നറിയപ്പെട്ടത് പിന്നീടാണ്. പരിശുദ്ധ ഖുർആനിൽ 4 സ്ഥലത്താണ് അൽ മദീന എന്ന പ്രയോഗം കാണുന്നത്. സൂറത്തു തൗബയിൽ 2 അതുപോലെ തന്നെ സൂറത്തുൽ അഹ്സാബിൽ 1 സ്ഥലത്തും സൂറത്തുൽ മുനാഫിഖൂനിൽ 1 സ്ഥലത്തും ഇങ്ങനെ ആകെ 4 സ്ഥലത്താണ് മദീനയെ സംബന്ധിച്ചുള്ള പരാമർശമുള്ളത്. മദീന മക്കയെ പോലെ തന്നെ ഹറമാണ്. മക്കയുടേതായ ഹുർമത്ത് പ്രഖ്യാപിച്ചത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആണെങ്കിൽ മദീനയുടെ ഹുർമത്ത് പ്രഖ്യാപിച്ചത് പടച്ചതമ്പുരാന്റെ അനുവാദപ്രകാരം മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. സഹീഹുൽ ബുഖാരിയിൽ 2129 ഹദീസിൽ കാണാം, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നു: ഇന്ന ഇബ്രാഹീമ ഹറമ മക്കത വദആ ലഹാ വഹറംതുൽ മദീനത കമാ ഹറമ ഇബ്രാഹീമു മക്ക വദഅഉതു ലഹാ ഫീ മുദ്ദിഹാ വസാഇഹാ മിസ്ല മാ ദഅ ഇബ്രാഹീമു അലൈഹിസ്സലാം ലിമക്ക. എന്താണ് ഇവിടെ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിശ്ചയമായും ഇബ്രാഹിം അലൈഹിസ്സലാം മക്കയെ പരിപാവനമാക്കി. വദഅലഹ, മക്കയ്ക്ക് വേണ്ടി ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തു. ശുദ്ധ ഖുർആനിൽ കാണാം മക്ക രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം നടത്തിയ പ്രാർത്ഥന. ഞാനത് വിശദീകരിക്കുന്നില്ല.
അത് പറഞ്ഞിട്ട് റസൂലുള്ള പറയുകയാണ്, വഹറംതുൽ മദീന, മദീനയെ ഇതാ ഞാനും പവിത്രമാക്കിയിരിക്കുന്നു. കമാ ഹറമ ഇബ്രാഹീമു മക്ക, ഇബ്രാഹിം അലൈഹിസ്സലാം മക്ക പവിത്രമാക്കിയതുപോലെ. വദഅഉതു ലഹാ, ഞാനിതാ ദുആ ചെയ്യുന്നു, ഫീ മുദ്ദിഹാ വസാഇഹാ, മദീനയുടെ ഓരോ അളവിനെ സംബന്ധിച്ചും അവിടെയുള്ള മുദ്ദും സാഴും അവിടെ അളന്നെടുക്കുന്ന ധാന്യങ്ങൾക്ക് വേണ്ടിയുമൊക്കെ. മിസ്ലമാ ദഅ ഇബ്രാഹിം അലൈഹിസ്സലാം ലിമക്ക, ഇബ്രാഹിം അലൈഹിസ്സലാം മക്ക രാജ്യത്തിന് വേണ്ടി ദുആ ചെയ്തതുപോലെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുകൊണ്ട് തന്നെ ഹറമിന്റെ മുഴുവൻ പവിത്രതയും മദീനക്കുമുണ്ട്. മദീനയിലെത്തിയ ഒരു മനുഷ്യൻ ലാ യുഹറാഖു ഫീഹി ദമുൻ, അവിടെ രക്തം ചിന്തപ്പെടാൻ പാടില്ല. വലാ യുഹ്മലു ഫീഹാ സിലാഹുൻ ലിഖിതാലിൻ, യുദ്ധത്തിന് വേണ്ടി അവിടെ ആയുധമെടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ അവിടെയുള്ള വൃക്ഷങ്ങളും ചെടികളുമൊന്നും കാലികൾക്ക് തീറ്റ കൊടുക്കുക പോലെയുള്ള ആവശ്യങ്ങൾക്കല്ലാതെ മുറിക്കുവാനോ നീക്കം ചെയ്യുവാനോ ഒഴിപ്പിക്കുവാനോ പാടുള്ളതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇങ്ങനെ പവിത്രമായ ഈ പ്രദേശം ഒരുപാട് മഹത്വം മദീന ഹറമിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിരിക്കുകയാണ്. അന്ത്യനാൾ സംഭവിക്കുന്നതിന്റെ മുമ്പായി ലോകത്തിന്റെ ഓരോ മുക്കുമൂലകളിലും ദജ്ജാലിന്റെ ഫിത്നയുണ്ടാകുമെന്നും ധാരാളം കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ദജ്ജാൽ എന്ന മഹാനുഷ്ടന്റേതായ കിരാതമായ പ്രവർത്തനങ്ങളും ദുർബോധനങ്ങളും നടമാടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പവിത്രമായ മദീനയെ ദജ്ജാലിന്റേതായ ഫിത്നകളിൽ നിന്ന് കാത്തുരക്ഷിക്കുമെന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹീഹുൽ ബുഖാരിയിൽ 1881-ാമത്തെയും 7124-ാമത്തെയും ഒക്കെ ഹദീസുകളിൽ കാണാം, ലൈസ മിൻ ബലദിൻ ഇല്ലാ സയതഉ ദജ്ജാലു ഇല്ലാ മക്ക വൽ മദീന, ലൈസ ലഹു മിൻ നിഖാബിഹാ നഖബുൻ ഇല്ലാ അലൈഹിൽ മലായികത്തു സാഫീന യഹ്റുസൂനഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഏതൊരു രാജ്യമാണെങ്കിലും ഒരൊറ്റ രാജ്യവുമില്ല ഈ മണ്ണിൽ, അവിടെയൊക്കെ ദജ്ജാൽ പ്രവേശിക്കുകയും അവിടേക്കൊക്കെ പ്രവേശനം അവനുണ്ട്, ഇല്ലാ മക്കത്ത വൽ മദീന, മക്കയിലും മദീനയിലും ഒഴികെ. അതിന്റെ ഓരോ അതിർത്തികളിലും കാവൽക്കാരായ മലായിക്കത്തുകൾ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അവിടേക്ക് മാരകമായ പ്ലേഗ് രോഗം പ്രവേശിക്കുന്നതല്ല, വലദ്ദജ്ജാലു, ദജ്ജാലും പ്രവേശിക്കുന്നതല്ല എന്നും ബുഖാരിയിൽ തന്നെ ഇതേ ഹദീസിലും മറ്റു ചില റിപ്പോർട്ടുകളിലും നമുക്ക് കാണുവാൻ സാധിക്കും. ഇതൊക്കെ മദീനയുടെ പ്രത്യേകതകളാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മദീന പൊതുവെ കാലാവസ്ഥ മോശമായ ഒരു പ്രദേശമാണ്. ഹജ്ജിന് പോകുന്ന ആളുകൾക്കറിയാം, മദീനയിലെത്തിയാൽ ജലദോഷവും പനിയും ഒക്കെ പല ആളുകൾക്കും വരാറുണ്ട്. അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ്? എന്നാൽ മദീനയിലെ പ്രതികൂലമായ കാലാവസ്ഥയെയും തരണം ചെയ്യൽ ഒരു പുണ്യകർമ്മമായിട്ടാണ് പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്നത്. മദീനത്തുർ റസൂലിൽ എത്തിയ ഒരു മനുഷ്യന് അവിടെ നേരിടുന്ന എന്തെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ അതിൽ ക്ഷമയും സഹനവും പാലിക്കുന്നത് ഏറെ പുണ്യകരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയാണ്. സഹീഹ് മുസ്ലിമിലെ 1374-ാമത്തെ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആ പ്രദേശത്ത് ആരെങ്കിലും ലാ യസ്ബിറു അഹദുൻ അലാ ലഅവാഇഹാ ഫയമൂതു ഇല്ലാ കുന്തു ലഹു ശഫീഅൻ ഔ ശഹീദൻ യൗമൽ ഖിയാമത്തി ഇദാ കാന മുസ്ലിമാ. ആ പ്രദേശത്ത് അവിടെ താമസിക്കുമ്പോൾ അവിടെയുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ വന്നേക്കാവുന്ന പ്രയാസങ്ങളുമൊക്കെ ആരെങ്കിലും ക്ഷമിക്കുകയും ആ നിലക്ക് തന്നെ അവൻ മരിച്ചു പോവുകയുമാണെങ്കിൽ അവന് സാക്ഷിയായിക്കൊണ്ട്, അവന് ഷഫീആയിക്കൊണ്ട് നാളെ പരലോകത്ത് ഞാൻ ഉണ്ടാകുന്നതാണ്. ഇദാകാന മുസ്ലിമൻ, അവൻ മുസ്ലിമായ മനുഷ്യനാണെങ്കിൽ. അതും മദീനയുടെ പവിത്രതയാണ്, അത് വേറെ എവിടെയില്ല. അതുപോലെ തന്നെ മദീനയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു കാര്യം പറഞ്ഞു, ഇസ്ലാം രാജ്യത്തിന്റെ ഈമാൻ മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ കുടിയൊഴിഞ്ഞു പോകുമ്പോഴും ഇന്നൽ ഈമാന ലയഉർസു ഇലൽ മദീന കമാ തഉർസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. സഹീഹുൽ ബുഖാരിയിലെ 1876-ാമത്തെ ഹദീസിൽ കാണാം, ഇന്നൽ ഈമാന, നിശ്ചയമായും വിശ്വാസം, ലയഉർസു ഇലൽ മദീനത്തി, അത് മദീനയിലേക്ക് ചുരുങ്ങിക്കൂടും. ഈമാൻ എല്ലായിടത്തുനിന്നും മദീനയിലേക്ക് ചുരുണ്ടുകൂടും. കമാ തഉർസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ,
മാളത്തിൽ നിന്ന് പുറത്തു കിടന്ന പാമ്പ് വീണ്ടും മാളത്തിലേക്ക് തന്നെ ചുരുണ്ടുകൂടും പോലെ ഈമാൻ മദീനയിലേക്ക് ചുരുണ്ടുകൂടുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആ പവിത്രതയുമുണ്ട് മദീനക്ക്. ഇങ്ങനെ ധാരാളക്കണക്കിന് പവിത്രതയുള്ള പ്രദേശമാണ് മദീനയിലെ. പ്രത്യേകമായ അജ്വത്ത് എന്ന് പറയുന്ന കാരക്ക പ്രത്യേകമായ ഔഷധ ഗുണമുള്ളതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ പല പ്രത്യേകതകളും മദീന എന്ന ഹറമിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അനുമതി പ്രകാരം നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മദീനയിലെ പള്ളിയിലെ നമസ്കാരത്തിനും മഹത്വമുണ്ട്. ലോകത്തുള്ള എല്ലാ പള്ളികളും നിസ്കാരത്തിന്റെ മഹത്വത്തിൽ ഒരു വ്യത്യാസവുമില്ല എന്ന് റസൂലുള്ള പഠിപ്പിച്ചപ്പോ 3 പള്ളികൾ അതിൽ നിന്ന് ഒഴിവാണെന്ന് പ്രവാചകൻ പറഞ്ഞല്ലോ. ഒന്നാമത്തെ പള്ളി മസ്ജിദുൽ ഹറം, അത് മക്കയിലുള്ള പള്ളിയാണ്. അവിടെ നമസ്കരിക്കുന്ന നമസ്കാരത്തിന് 1,00,000 മടങ്ങ് പ്രതിഫലമാണ്. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാത്തുൻ ഫീ മസ്ജിദി ഹാദാ, ഇതാ ഞാൻ എടുത്ത ഈ പള്ളിയിൽ വെച്ചുള്ള നിസ്കാരം അത് മറ്റു പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്നതിനേക്കാൾ 1000 മടങ്ങ് പ്രതിഫലമുള്ളതാണ്. മസ്ജിദുൽ ഹറാമിലെ നിസ്കാരം ഒഴികെ മസ്ജിദുൽ ഹറാം അല്ലാത്ത ലോകത്തിന്റെ ഏത് പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാളും 1000 മടങ്ങ് പവിത്രമാണ് എന്റെ ഈ പള്ളിയിലെ നിസ്കാരമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പൊ മദീനത്തുർ റസൂലിൽ മസ്ജിദുൻ നബവിയിലെ നിസ്കാരത്തിന് ഏറെ മഹത്വമുണ്ട് എന്നർത്ഥം. എന്നാൽ ഹജ്ജിന് പോകുന്ന ആളുകൾ മദീന സന്ദർശിക്കുമ്പോൾ അവിടെ പോയി പ്രത്യേകമായി 40 വഖത്ത് നമസ്കാരം അവിടെ നമസ്കരിക്കൽ സുന്നത്തുണ്ട് എന്ന ധാരണയിൽ 8 ദിവസം പ്രത്യേകമായി അവിടെ കഴിച്ചുകൂട്ടാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. വാസ്തവത്തിൽ അതിന് നമുക്ക് തെളിവുകളുടെ പിൻബലം ഇല്ല. ആ വിഷയത്തിൽ നമുക്ക് തെളിവുകളുടെ പിൻബലം ഇല്ല. 40 വഖത്ത് നമസ്കാരം മദീനത്തെ പള്ളിയിൽ നിർവഹിക്കുന്നതിന്റെ പ്രത്യേകമായ പുണ്യം പറയുന്ന ഹദീസുകൾക്ക് സ്വീകാര്യതയില്ല. അത് ശരിയായ നിലക്ക് സഹീഹായ നിലക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടവയല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് വന്നിട്ടുള്ള അല്ലെങ്കിൽ വന്നു എന്ന് പറയപ്പെടുന്ന റിപ്പോർട്ടുകളെ കുറിച്ച് പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചിരിക്കുകയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ധാരാളക്കണക്കിന് പ്രത്യേകത. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മദീനയിലെ പള്ളി എന്ന അർത്ഥത്തിലല്ലാതെ മൻ സ്വല്ലാ ലില്ലാഹി 40 യൗമൻ ഫീ ജമാഅ, ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ജമാഅത്തായിക്കൊണ്ട് 40 ദിവസം നമസ്കരിച്ചാൽ, ഏതർത്ഥത്തിൽ യുദ്രിക്കു തക്ബീറത്തുൽ ഊലാ, തക്ബീറത്തുൽ ഇഹ്റാം ഇമാമിനോടൊപ്പം ലഭിക്കുന്ന നിലക്ക് ഒരു 40 ദിവസം ആരെങ്കിലും നിസ്കാരം നിർവഹിച്ചാൽ കുതിബത് ലഹു ബറാഅതാനി, ബറാഅത്തും മിനൻ നാരി വബറാഅത്തും മിനൻ നിഫാഖ്, അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല 2 കാര്യങ്ങളിൽ നിന്ന് അവന് ഒഴിവ് നൽകുന്നതാണ്. ഒന്ന് നരകം, മറ്റൊന്ന് കാപട്യം. കാപട്യവും നരകവും അവനിൽ നിന്ന് ഒഴിവാണ് എന്ന് പറഞ്ഞാൽ കപടത ബാധിക്കാതിരിക്കാനും നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനും 40 ദിവസം ഒരാൾ ഇമാമും ജമാഅത്തുമായി കൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം ലഭിക്കുന്ന നിലക്ക് നിസ്കരിച്ചാൽ എന്ന് പൊതുവായ ഒരു റിപ്പോർട്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി തുർമുദിയിലെ 241-ാമത്തെ ഹദീസിൽ കാണാം. എന്നാൽ മദീനത്തെ പള്ളിയിൽ 40 വഖത്ത് നമസ്കാരം പ്രത്യേക പുണ്യമുള്ളതാണ് എന്ന നിലക്കുള്ള റിപ്പോർട്ട് ലഈഫാണ്, അത് ബലഹീനമാണ് എന്ന് ഹദീസിന്റെ നിരൂപക ശാസ്ത്രത്തിൽ അവഗാഹം നേടിയ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി പ്രത്യേകം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അപ്പൊ ഈ നിലക്കൊക്കെ ഒരുപാട് പവിത്രതകളുള്ള മഹത്വങ്ങളുള്ള മദീന ഹറം, ആ മദീന ഹറം സന്ദർശിക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പുണ്യകർമ്മമായി പഠിപ്പിച്ച സംഗതിയാണത്. ലോകത്ത് ഒരു യാത്ര പോകാൻ പ്രത്യേക പുണ്യം വിചാരിച്ചുകൊണ്ട് യാത്ര പോകാൻ അനുവദിക്കപ്പെട്ട 3 കേന്ദ്രങ്ങളെയുള്ളൂ. മറ്റൊരു സ്ഥലത്തേക്കും പ്രത്യേക പുണ്യം വിചാരിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ ആ ഉദ്ദേശത്തോടുകൂടി ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലാ തുശദ്ദുർ റിഹാലു ഇല്ലാ ഇലാ 3 മസാജിദ, 3 പള്ളികളിലേക്കല്ലാതെ പ്രത്യേകം പുണ്യം ഉദ്ദേശിച്ചുകൊണ്ടുള്ള യാത്ര പാടില്ല. തീർത്ഥയാത്ര അനുവദിക്കപ്പെട്ട 3 കേന്ദ്രങ്ങളെ മുസ്ലിമീങ്ങൾക്കുള്ളൂ എന്നർത്ഥം. മുസ്ലിമീങ്ങൾക്ക് തീർത്ഥാടന കേന്ദ്രങ്ങളായി 3 മാത്രമേയുള്ളൂ. അതൊന്ന് മസ്ജിദുൽ ഹറാമാണ്, രണ്ടാമത്തത് മദീനയാണ് അഥവാ മസ്ജിദുൻ നബവിയാണ്, മൂന്നാമത്തത് മസ്ജിദുൽ അഖ്സാ എന്ന വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ള മസ്ജിദുൽ അഖ്സയാണ്.
ഈ 3 സ്ഥലങ്ങളിലേക്കല്ലാതെ പ്രത്യേക പുണ്യം വിചാരിച്ചുകൊണ്ടുള്ള ഒരു തീർത്ഥയാത്ര അനുവദനീയമല്ല എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ മസ്ജിദുൻ നബവിയിലെ നിസ്കാരത്തിന് ഏറ്റവും കൂടുതൽ പ്രത്യേകതയുണ്ട്, പ്രാധാന്യമുണ്ട് എന്ന നിലക്ക് ആ അർത്ഥത്തിൽ മസ്ജിദുൻ നബവിയിലേക്കുള്ള യാത്ര വളരെയേറെ പുണ്യകരമായ ഒരു സംഗതിയാണ്. ഇനി മസ്ജിദുൻ നബവിയുടെ അകത്ത് തന്നെ എവിടെ നിസ്കരിച്ചാലും ഈ പുണ്യമുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ മഹത്വമുള്ള ഒരു പ്രത്യേകമായ സ്ഥലമുണ്ടവിടെ. അതാണ് റൗള. റൗളത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ ഒരു സ്ഥലമുണ്ടവിടെ. പലരും തെറ്റിദ്ധരിച്ചു. റൗള റൗള എന്ന് പറഞ്ഞാൽ മുത്തുനബിയുടെ റൗള എന്നാ പറയാറുള്ളത്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവിടുത്തെ തിരുഭൗതിക ശരീരം ഖബറടക്കിയിട്ടുള്ള ആ ഖബറുള്ള സ്ഥലത്തിനാണ് റൗള എന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ റൗള അവിടെ മുമ്പേയുള്ളതാണ്. റസൂലിന്റെ ഖബറടക്കം അവിടെ നടക്കുന്നതിന്റെ മുമ്പേ പുന്നാര റസൂലുള്ളാഹി സഹാബത്തിന്റെ മുമ്പിൽ വെച്ച് ക്ലാസ് എടുത്തു കൊടുക്കുമ്പോ, മദീനത്തെ പള്ളിയിൽ അവിടുന്ന് മിഹ്റാബിൽ വെച്ച് നിസ്കരിക്കുമ്പോ, മദീനയിലെ പള്ളിയിൽ വെച്ച് സഹാബത്തിനോട് മദീന പള്ളിയുടെ പുണ്യം പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രത്യേകതയാണ് റൗളയുടെ പ്രത്യേകത. അപ്പൊ അതാരായാലും ഖബറായിരിക്കാൻ തരമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതകാലത്ത് തന്നെ റൗളയുണ്ട്. റൗളയുടെ മഹത്വം ജീവിതകാലത്താണ് റസൂലുള്ള പഠിപ്പിച്ചത്. അവിടുന്ന് പറഞ്ഞതായി നമുക്ക് കാണാം, മാ ബൈന ബൈതി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. മാ ബൈന ബൈതി വ മിൻബരി, എന്റെ വീടിന്റെയും ഞാൻ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുന്ന മിമ്പറിന്റെയും ഇടക്കുള്ള സ്ഥലം, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹുജറ, ആ റൂമിൽ നിന്നാണല്ലോ പ്രവാചകൻ പുറത്തേക്ക് പോയത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബക്ക് വേണ്ടി പുറപ്പെട്ടിരുന്ന ആ റൂം, അതാണ് പ്രവാചകന്റെ വീട്. എന്റെ വീടിന്റെയും അവിടെ നിന്ന് പ്രവാചകൻ ഇങ്ങനെ നടന്നു പോവുകയാണ് മിമ്പറുള്ള സ്ഥലത്തേക്ക്. കുറച്ച് സ്ഥലമുണ്ട് അവിടെ, മദീനയിൽ പോയവർക്ക് കാണാം. ആ സ്ഥലത്തെ സംബന്ധിച്ച് എന്റെ വീടിന്റെയും ഞാൻ താമസിക്കുന്ന സ്ഥലത്തിന്റെയും ഞാൻ ഖുത്ബ നിർവഹിക്കുന്ന മിമ്പറിന്റെയും ഇടക്കുള്ള സ്ഥലം റൗളത്തും മിൻ റിയാദിൽ ജന്ന, അത് സ്വർഗത്തോപ്പിൽ നിന്നുള്ള ഒരു തോപ്പാകുന്നു. അതാണ് റൗള. എന്താണ് സുഹൃത്തുക്കളെ അത് സ്വർഗത്തോപ്പാന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാർ അതിന് പല വിശദീകരണങ്ങൾ നൽകുന്നു. ഒരു ഭാഗം പറയുന്നത് ആ പ്രത്യേകമായ സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മുസ്ലിം ഉമ്മത്തിന് സ്വർഗത്തിലേക്ക് പോകേണ്ടുന്ന മുഴുവൻ കാര്യങ്ങളും വിശദീകരിച്ചു കൊടുത്തത് മദീന പള്ളിയുടെ ആ സ്ഥലത്ത് വെച്ചുകൊണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് പഠിച്ച് ഈ ലോകത്തിന്റെ മുമ്പിലേക്ക് പ്രസരിപ്പിക്കപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്താൽ സ്വർഗീയ ആരാമത്തിലേക്കാണ് വിശ്വാസികൾ കുതിച്ചു പോവുക എന്ന അർത്ഥത്തിലാണ് ആ പ്രദേശത്തിന് റൗള എന്ന പേര് വന്നത് എന്ന് ഒരു പക്ഷം പണ്ഡിതന്മാർ. മറ്റൊരു ഭാഗം പണ്ഡിതന്മാർ പറയുന്നു അതല്ല, അത് യഥാർത്ഥത്തിൽ തന്നെ സ്വർഗത്തോപ്പ് തന്നെയാണ്. നാളെ പരലോകത്ത് മനുഷ്യരെല്ലാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാളിൽ ഈ സ്ഥലം പ്രത്യേകമായി റബ്ബുൽ ആലമീൻ അവന്റെ സ്വർഗത്തോപ്പായി തന്നെ മാറ്റുന്നതാണ്. ഈ സ്ഥലം തന്നെ അങ്ങ് സ്വർഗത്തോട്ടമായി മാറുന്നതാണ് എന്ന് രണ്ടാമത്തെ വ്യാഖ്യാനം. ഏത് വ്യാഖ്യാനമായാലും നമുക്ക് വിരോധമില്ല സുഹൃത്തുക്കളെ. രണ്ടായാലും അതിന്റെ മഹത്വമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ റൗദ എന്ന് പറയുന്ന സ്ഥലം പ്രത്യേകമായി എവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്? വൈറ്റ് മാർബിള് കൊണ്ട് മദീനത്തെ പള്ളിയിൽ പ്രത്യേകമായി എവിടെ ആളുകൾ നിസ്കരിക്കാൻ വേണ്ടി തിരക്ക് കൂട്ടുന്നത് കാണാം. അവിടെ വെച്ച് നിസ്കരിക്കുന്നതും ഖുർആൻ പാരായണം ചെയ്യുന്നതും ദിക്റ് ചൊല്ലുന്നതും സ്വലാത്ത് ചൊല്ലുന്നതും ഒക്കെ പ്രത്യേകം പുണ്യമുള്ള സംഗതിയാണ്. പക്ഷേ ആ സുന്നത്തെടുക്കാൻ വേണ്ടി ആളുകളെ തള്ളിമാറ്റിയോ തിരക്ക് കൂട്ടിയോ ഹറാമ് ചെയ്തുകൊണ്ടായിരിക്കരുത് എന്ന് മാത്രം. അവസരം കിട്ടിയാൽ ഫർള് നമസ്കാരമല്ലാത്ത മറ്റേത് നിസ്കാരങ്ങൾക്കും അവിടെ വെച്ച് നിർവഹിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഫർള് നിസ്കാരത്തിന് ഒന്നാം സഫ് തന്നെയാണ് മഹത്വം. അതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. അപ്പോ മദീനത്തെ പള്ളിയിൽ, മദീന പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ, മദീനയിലെത്തുമ്പോ, മദീന സന്ദർശനത്തിനെത്തുമ്പോ, മദീന സിയാറത്തിനെത്തുമ്പോ ഒരു മുസ്ലിമിന്റെ മനസ്സിലെ വികാരം, ഞാൻ ദിവസേന അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് മൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന എന്റെ പുന്നാരമുത്തു ഹബീബ് അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രദേശത്തേക്കാണ് ഞാൻ കാലെടുത്ത് വെക്കുന്നത്. ആ റസൂലുള്ളാഹിയുടെ പാദസ്പർശമേറ്റിട്ടുള്ള മണ്ണിലേക്കാണ് ഞാൻ പോകുന്നത്. ആ നിലക്ക് ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി മദീനയിലേക്ക് കടന്ന്
മസ്ജിദുൻ നബവിയിലേക്ക് അവൻ പ്രവേശിക്കുമ്പോൾ എല്ലാ പള്ളികളിലേക്കും പറയുമ്പോൾ പ്രവേശിക്കുന്നത് പോലെ തന്നെ ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അല്ലാഹുമ്മ ഇഫ്തഹ് ലീ അബ്വാബ റഹ്മതിക, പടച്ച തമ്പുരാനെ നിന്റെ നാമത്തിൽ എല്ലാ രക്ഷയും സമാധാനവും റസൂലുള്ളാഹിയുടെ പേരിൽ ഉണ്ടാകട്ടെ. അല്ലാഹുവേ, നിന്റെ അനുഗ്രഹത്തിന്റെ കവാടം തുറന്നു കിട്ടാൻ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിന്റെ പള്ളിയിലേക്ക് കയറുന്നത്. നീ അതെനിക്ക് തുറന്നു തന്നാലും നീ അതെന്നിന്റെ മുമ്പിൽ തുറക്കേണമേ. റഹ്മത്തിന്റെ കവാടം നീ എനിക്ക് തുറന്നു തരേണമേ. അത് പറഞ്ഞുകൊണ്ട് വലത് കാല് വെച്ചുകൊണ്ട് മസ്ജിദുൻ നബവിയിലേക്ക് പ്രവേശിക്കുക. ആ മസ്ജിദുൻ നബവിയിൽ പ്രവേശിച്ചുകൊണ്ട് നിസ്കാരം നിർവഹിക്കുക. ഏത് നിസ്കാരത്തിനും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ 1000 മടങ്ങ് പ്രതിഫലമാണ്. അങ്ങനെ അവിടെ ഫർളായ നമസ്കാരം കൃത്യമായി ആ പള്ളിയിൽ വെച്ച് നിർവഹിക്കാൻ തന്നെ ശ്രദ്ധിക്കണം. അത് മദീനയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള പള്ളിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന് ഇമാമത്ത് നിന്ന പള്ളിയാണ്. ഒരുപാട് സഹാബിമാർക്ക് ദീന് പഠിപ്പിച്ചു കൊടുത്ത പള്ളിയാണ്. ആ പള്ളി ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ ഉൾക്കൊള്ളുന്ന ആ ഹുജറ, ആ റൂം റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിലോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലോ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലോ പിൽക്കാല സഹാബിമാരുടെ കാലഘട്ടത്തിലോ ആ ഹുജറത്ത് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറുള്ള ആ റൂം പള്ളിക്കകത്തായിരുന്നില്ല, പള്ളിയുടെ പുറത്തായിരുന്നു. കാരണം റസൂലുള്ള വഫാത്തായപ്പോൾ റസൂലുള്ളാഹിനെ ഖബറടക്കം ചെയ്യേണ്ടത് എവിടെ എന്ന ഒരു തർക്കം വന്നു. പലരും പല അഭിപ്രായം പറഞ്ഞു. ബഖീയിൽ മറമാടണം എന്ന് പറഞ്ഞു. പല സ്ഥലത്തും പലവരും പല അഭിപ്രായം പറഞ്ഞെങ്കിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരം പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു കിടങ്ങ അവിടെ തന്നെ ആ വിരിപ്പങ്ങ് മാറ്റിയിട്ട് ഖബർ കുത്തിയിട്ട് അവിടെ തന്നെയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭൗതിക ശരീരം ഖബറടക്കപ്പെട്ടത്. ആ ഹുജറ മദീനയിലെ പള്ളിയിലായിരുന്നില്ല, അത് പുറത്തായിരുന്നു. അഥവാ പ്രവാചകന്റെ വീടാണത്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മടിയിൽ തലവെച്ച് കിടന്നുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യശ്വാസം വലിച്ചത്. അവിടെയാണ് പ്രവാചകന്റെ ഖബറുള്ളത്. അതാണ് ഹുജറ. വിശുദ്ധ ഖുർആനിൽ ഹുജറാത്ത് എന്ന് പറയുന്നത് പ്രവാചകന്റെ ഭാര്യമാരുടെ വീടുകളെ സംബന്ധിച്ചാണ്. കൊച്ചു കൊച്ചു റൂമുകൾ, വലിയ മാളികയല്ല. അഷ്റഫുൽ ഖൽക്കിന്റെ വീട് വലിയ ഭവനമല്ല, ഒരു വീടെന്ന് പറയാൻ തക്കയില്ല. റൂമുകൾ, ഇത്തപ്പനയോല കൊണ്ട് പറച്ച റൂം, അതിൽപ്പെട്ട ഒരു റൂമിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടത്. അവിടെയാണ് ഖബറടക്കം ചെയ്യപ്പെട്ടത് എന്നർത്ഥം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറുള്ള ആ പ്രദേശം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മസ്ജിദുൻ നബവിയിൽ സന്ദർശിച്ചു കഴിഞ്ഞ് അവന് പുണ്യമുള്ളൊരു സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും അതുപോലെ തന്നെ അതേ റൂമിൽ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇങ്ങനെ 3 ഖബറുകളാണ് ആ ഒരൊറ്റ ഹുജറക്കകത്തുള്ളത്. ആ ഹുജറ സന്ദർശിക്കുന്ന അവസരത്തിൽ, ഖബർ സന്ദർശിക്കുന്ന അവസരത്തിൽ ഒരു മുസ്ലിമിനോട് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ഖബറിങ്ങിൽ വെച്ച് അനുവദിക്കപ്പെട്ട സംഗതി എന്താണെങ്കിൽ അതാണ് അവിടെ വെച്ചും ചെയ്യേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് സലാം പറയണം. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് സലാം പറയുക. ശബ്ദം താഴ്ത്തിയിട്ട് പതുക്കെ വേണം പറയാൻ. കാരണം റസൂലുള്ളാഹിയുടെ പള്ളിയിൽ വെച്ചോ മദീനത്ത് വെച്ചോ അവിടുത്തെ ഖബറിന്റെ പരിസരത്ത് വെച്ചോ ജീവിതകാലത്തെന്ന പോലെയാണ് പെരുമാറേണ്ടത്. ജീവിതകാലത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹിയുടെ മുമ്പിൽ വെച്ച് ശബ്ദം താഴ്ത്തിയേ സംസാരിക്കാൻ പാടുള്ളൂ. റസൂലുള്ളാഹിനോടുള്ള മുസ്ലിമീങ്ങൾക്കുള്ള ആദരവാണത്. റസൂലുള്ളാഹിയുടെ മുമ്പിൽ വെച്ച് പ്രവാചകനേക്കാൾ ഒച്ചയിട്ടുകൊണ്ട് സംസാരിക്കാൻ പാടില്ല. ഖൈറായ കാര്യമാണെങ്കിൽ പോലും പ്രവാചകന്റെ മുമ്പിൽ വെച്ച് ഒച്ച ഉയർത്താൻ പാടില്ലെന്നാണ് നിയമം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി, നിങ്ങൾ റസൂലുള്ളാഹിയുടെ നബിയുള്ളാഹിയുടെ ശബ്ദത്തിന്റെ മേലെ നിങ്ങളുടെ ശബ്ദം നിങ്ങൾ ഉയർത്തിപ്പോകരുത്. ആ ആദരവോട് കൂടി തന്നെയാണ് അവിടെ സലാം പറയേണ്ടത്. പിന്നീട് അല്പം അങ്ങോട്ട് മാറി നിന്നിട്ട് അസ്സലാമു അലൈക യാ അബൂബക്കർ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെയും ഖബറുണ്ടല്ലോ, അതിന്റെ അകത്ത് അവർക്കും സലാം പറയുക. ഒരൽപ്പം കൂടി മുന്നോട്ട് മാറി നിന്നുകൊണ്ട് മൂന്നാമത്തെ ഖബറിന്റെ ഉടമയാണല്ലോ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, അസ്സലാമു അലൈക യാ ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കും സലാം പറയുക.
ദുആ ചെയ്യേണ്ട വല്ല കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഖിബിലയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം. ഖബറിന്റെ നേരെ തിരിഞ്ഞ് ദുആ ചെയ്യരുതെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഖബർ സന്ദർശിക്കുന്ന അവസരത്തിൽ ഖബറാളികൾക്ക് വേണ്ടി സലാം പറയാനും അവർക്ക് രക്ഷയ്ക്ക് വേണ്ടി ദുആ ചെയ്യാനുമാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതേ അവസരത്തിൽ ആ ഖബറിനെ തൊട്ടുമുത്താൻ പാടുണ്ടോ? ഖബർ ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറെന്ന് കാണാൻ കഴിയില്ല. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും കാണാൻ കഴിയില്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും കാണാൻ കഴിയില്ല. കാരണം അത് റൂമിന്റെ അകത്ത് ഭദ്രമാണ്. മാത്രമല്ല ഇന്നത് മദീനയിലെ പള്ളിയിലേക്ക് വരുന്ന ചരിത്രം തന്നെ എപ്പോഴാ? സഹാബിമാരൊക്കെ ഏതാണ്ട് മരിച്ചു തീർന്നിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഖുലഫാഉർ റാഷിദീങ്ങളും പ്രഗത്ഭന്മാരായ സ്വഹാബികളൊക്കെ ഏതാണ്ട് മരിച്ചു തീർന്നതിന്റെ ശേഷം ഹിജ്റ 90-ന്റെയും ശേഷമാണ് വലീദ് ഇബ്നു അബ്ദുൽ മലിക് ഇബ്നു മർവാൻ എന്ന് പറയുന്ന ഭരണാധികാരി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഗവർണറോട് കൽപ്പിക്കുന്നത് എന്ത്? മദീന പള്ളി ഒന്ന് വിശാലമാക്കണം. മദീനത്തെ പള്ളിയിൽ നിസ്കാരത്തിന് സ്ഥലമില്ലാതെയായപ്പോ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു ചെറിയ പരിഷ്കരണം വരുത്തി. പക്ഷേ അന്നും ഈ ഹുജറ, ഈ ഖബർ ഉൾക്കൊള്ളുന്ന ഹുജറ പള്ളിക്കകത്തേക്കാക്കിയില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിലും മാറ്റിയില്ല. പിന്നീട് കുറെ കാലങ്ങൾക്ക് ശേഷം ഇവരൊക്കെ മരിച്ചു തീർന്ന് അമവി ഖലീഫമാരിൽ ഒരു ഖലീഫയായിരുന്ന വലീദ് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ കാലഘട്ടത്തിൽ മദീനത്തെ പള്ളിയൊന്ന് വിപുലീകരിക്കാൻ ഉദ്ദേശിച്ചപ്പോഴാണ് ഈ ഹുജറ കൂടി പള്ളിയിൽ വന്നാലേ ആ സ്ഥലം കൂടി പള്ളിയിലേക്ക് എഴുതി ചേർത്താലും അതേപോലെ തന്നെ കൂട്ടിച്ചേർത്താലും മാത്രമേ വികസനം ഇവിടെ പൂർണ്ണമാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയപ്പോ അദ്ദേഹം പലരുമായും കൂടിയാലോചിച്ചു. പലരും പറഞ്ഞു അത് ചെയ്യണ്ട, ഖബർ ഉൾക്കൊള്ളുന്ന റൂം പള്ളിക്ക് പുറത്ത് തന്നെ നിൽക്കട്ടെ, അത് പൊളിച്ചു മാറ്റണ്ട, അത് അങ്ങനെ തന്നെ നിന്നോട്ടെ എന്ന അഭിപ്രായം പലരും പറഞ്ഞു. പക്ഷേ ഭരണാധികാരിയുടെ തീരുമാനപ്രകാരം അതല്ലേ നടക്കൂ. അങ്ങനെ ആ ഖബർ ഉൾക്കൊള്ളുന്ന ആ റൂം സിദ്ദീഖുൽ അക്ബറിന്റെയും ഉമർ ഖത്താബും ഒക്കെ അടക്കമുള്ള 3 ഖബറുകളുമുള്ള ഹുജറ അത് മദീനയിലെ പള്ളിയിലേക്ക് വിശാലമാക്കിയപ്പോൾ അത് മദീനത്തെ പള്ളിയിലേക്ക് വരികയാണ് ചെയ്തത്. അതല്ലാതെ പലരും തെറ്റിദ്ധരിക്കും പോലെ ആദ്യം തന്നെ റസൂലുള്ളാഹിനെ മദീനത്തെ പള്ളിയിൽ പോയി ഖബറടക്കിയതല്ല. അബൂബക്കർ സിദ്ദീഖിനെ മദീനത്തെ പള്ളിയിൽ ഖബറടക്കിയതല്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ മദീനത്തെ പള്ളിയിൽ ഖബറടക്കിയതല്ല. ഇതാണ് നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. പിന്നെ സുഹൃത്തുക്കളെ, ഇപ്പോൾ മദീനയിൽ പോയാൽ അതിന്റെ മുകളിൽ ഒരു വലിയ കുബ്ബ കാണുന്നു. മദീനയിൽ പോയാൽ ഖുബ്ബത്തുൽ ഖദറ, ഒരു പച്ച കുബ്ബ കാണുന്നു. ഈ കുബ്ബ കണ്ടിട്ട് പലരും പറയുന്നു മഹാത്മാക്കളായ ആളുകളുടെ ദർഗ കെട്ടാൻ അതാണ് ഞങ്ങൾക്ക് തെളിവ്. മഹാത്മാക്കൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഖബറിന്റെ മീതെ കുബ്ബകൾ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് തെളിവതാ മദീനയിലെ കുബ്ബയാണ് എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ തെറ്റിദ്ധരിക്കരുത്. അത് സ്വഹാബിമാരുണ്ടാക്കിയ കുബ്ബയാണോ? താബിഈങ്ങൾ ഉണ്ടാക്കിയ കുബ്ബയാണോ? ഷാഫി ഇമാമിന് കുബ്ബ പരിചയമുണ്ടോ? ഹംബലി ഇമാമിന് കുബ്ബ പരിചയമുണ്ടോ? ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് കുബ്ബ പരിചയമുണ്ടോ? ഇമാം മാലിക് ഇബ്നു അനസ് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് കുബ്ബ പരിചയമുണ്ടോ? അതല്ലെങ്കിൽ പിൽക്കാലത്തെ ഏതെങ്കിലും മഹാത്മാക്കളായ പണ്ഡിതന്മാർക്ക് കുബ്ബ പരിചയമുണ്ടോ? എന്നാണ് ആ കുബ്ബ വന്നത്? ആ കുബ്ബയുണ്ടാക്കിയത് റസൂലുള്ളാഹിയുടെ എത്രയോ കാലശേഷം, എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞതിന്റെ ശേഷമാണ് അവിടെ ഒരു കുബ്ബ വരുന്നത്. കൃത്യമായി അതിന്റെ കൊല്ലം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഹിജ്റ 7-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ ഹിജ്റക്ക് മീതെ കുബ്ബകൾ ഉണ്ടായിരുന്നില്ല. ഇത് നമ്മൾ പറയുന്നതല്ല. ഇത് ഖുബ്ബത്തുൽ ഖദറാ, പച്ച കുബ്ബ എന്ന പേരിൽ ഒരു ലേഖനം സുന്നി അഫ്കാർ വാരികയിൽ 2000 മാർച്ച് 29 വന്ന ലേഖനമാണ്. ഈ ലേഖനത്തിന്റെ ഹെഡിങ് തന്നെ ഖുബ്ബത്തുൽ ഖദറാ ബ്രാക്കറ്റിൽ പച്ച കുബ്ബ. അതിന്റെ ചരിത്രം പറയാണ്. എന്നിട്ട് അദ്ദേഹം അതിൽ എഴുതുന്നു, ഹിജ്റ 7-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ ഹിജ്റക്ക് മീതെ കുബ്ബകൾ ഉണ്ടായിരുന്നില്ല. പിന്നെ എന്നാ വന്നത്? ഹിജ്റ 678-ൽ. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഹിജ്റ 1426 ദുൽഖഅദ മാസത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഹിജ്റ 678-ൽ സുൽത്താൻ അൽ മൻസൂർ ഖലാഉൽ അൽ സാലിഹിയാണ് കുബ്ബ നിർമ്മിക്കാൻ ആദ്യമായി കൽപ്പിച്ചത്. ആദ്യമായി ഒരു കുബ്ബ വരുന്നത് റസൂലുള്ളാഹിയുടെ ഉത്തമ നൂറ്റാണ്ടിലില്ല. ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും.
ഏറ്റവും ഉത്തമമായ ജനങ്ങളും നൂറ്റാണ്ടും ഞാൻ ജീവിച്ചിരിക്കുന്ന നൂറ്റാണ്ടാണ്. പിന്നെ അതിനോടടുത്ത് വരുന്ന 2 നൂറ്റാണ്ടുകളാണെന്ന് റസൂലുള്ള പറഞ്ഞല്ലോ. ആ 1, 2, 3 നൂറ്റാണ്ടുകളിൽ ഈ ഖുബ്ബയില്ല. 4-ാം നൂറ്റാണ്ടിലുണ്ടോ? ഇല്ല. 5-ാം നൂറ്റാണ്ടിൽ ഖുബ്ബയുണ്ടോ? ഇല്ല. 6-ാം നൂറ്റാണ്ടിൽ ഖുബ്ബയുണ്ടോ? ഇല്ല. 7-ാമത്തെ നൂറ്റാണ്ടിൽ അഥവാ ഹിജ്റ 678 ഒരു രാജാവിന്റെ മനസ്സിൽ നിന്ന് അയാൾക്കുണ്ടായ ഒരു ഐഡിയ കൊണ്ടാണ്, ഒരു രാജാവിന്റെ മനസ്സിൽ അയാൾക്കുണ്ടായ കേവലം ഒരു തോന്നലിന്റെ ഫലമാണ് അവിടെ ആ ഖുബ്ബയുണ്ടാകാൻ കാരണമായത് എന്ന് കൃത്യമായി ഇതിൽ എഴുതി വച്ചിരിക്കുന്നു. തന്നെയുമല്ല സുഹൃത്തുക്കളെ, ഇനിയും നിങ്ങൾ നോക്കൂ, ഇതിൽ തന്നെ കൃത്യമായി തന്നെ മറ്റൊരു ലേഖനത്തിൽ കാണാം. എന്താണ് അതിൽ പറയുന്നത്? മിസ്റിലെ കൂസ് പട്ടണത്തിന്റെ ഗവർണറായിരുന്ന അൽ കമാൽ അഹ്മദ് ബിനുൽ ബുർഹാൻ അബ്ദുൽ ഖയ്യുർ റിബിയി ആയിരുന്നു ഹിജ്റ 678 മൻസൂർ ഖലാവുൻ സാലിഹ് ചക്രവർത്തിയുടെ താൽപര്യപ്രകാരമാണ് അദ്ദേഹം ഈ കൃത്യം നിർവഹിച്ചത്. ഉണ്ടോ? ഇദ്ദേഹം തന്നെയാണ് ഈ കൃത്യം നിർവഹിച്ചത്. അതിന്റെ മുമ്പ് റൗള ഷരീഫിന് മുകളിൽ സാധാരണ തട്ട് മാത്രമായിരുന്നു നിലനിന്നിരുന്നത്. കാരണം അവിടെ മുമ്പേ വീടാണ്. ഈ ഖുബ്ബയുണ്ടായ ചരിത്രമാണ് പറയുന്നത്. മസ്ജിദുൻ നബവിയുടെ പരിശുദ്ധിയും റൗളയിലെ വിശുദ്ധിയും പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഹിജ്റ 7-ാം നൂറ്റാണ്ടിൽ ഒരു അബ്ബാസി ഭരണാധികാരി ഒരു ഖുബ്ബ റൗളക്ക് മീതെ നിർമ്മിച്ചു പരിപാലിച്ചിരുന്നതായി ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നു. അപ്പൊ അതുണ്ടായി. പിന്നെ ആരാ അതിന് പച്ചവർണം കൊടുത്തത്? എന്നാണ് ആ ഖുബ്ബുണ്ടായത് ഇന്ന് നിലവിലുള്ളത്? സുൽത്താൻ മഹ്മൂദ് ബിൻ സുൽത്താൻ അബ്ദുൽ ഹമീദുൽ അവ്വൽ തന്റെ നേതൃത്വത്തിൽ ഹിജ്റ 1233 റൗള ഷരീഫിന്റെ ഖുബ്ബ വിപുലീകരണത്തിനായി നല്ലൊരു സാമ്പത്തികാസ്തി ചെലവഴിച്ചു. തുടർന്ന് ഖുബ്ബക്ക് പച്ചവർണം നൽകി ആസ്വാദ്യകരമാക്കി തീർത്തതും അദ്ദേഹം തന്നെയായിരുന്നു. ഇത് മുതൽ റൗളക്ക് മീതെയുള്ള ഖുബ്ബ, ഹരിത ഗോപുരം, ഖുബ്ബത്തുൻ ഖദറാ ആയി ഖ്യാതി നേടുകയായിരുന്നു. രണ്ടാമത് വായിച്ച ലേഖനം സുന്നി വോയിസിൽ നിന്നാണ് വായിച്ചത്. അവ 2 വിഭാഗത്തിന്റെയും മാസികകളിൽ വന്നുവെന്ന് ഈ പച്ച ഖുബ്ബ എത്രയോ നൂറ്റാണ്ടിന് ശേഷം വന്നതാണ്. അത് വെച്ച് വേറെ എവിടെയും ഖുബ്ബ ഉണ്ടാക്കാൻ തെളിവല്ല എന്നായി പറഞ്ഞു വരുന്നത്. കാരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല, സഹാബിമാര് ചെയ്തിട്ടില്ല, താബീഈങ്ങൾ ചെയ്തിട്ടില്ല, അവർക്കാർക്കും അതിനോട് യോജിപ്പില്ല, അവരാരും അതൊരു ഖൈറായി കരുതിയിട്ടില്ല. പിൽക്കാലത്ത് ഏതോ ഒരു രാജാവിന് തോന്നിയ അദ്ദേഹത്തിന്റെ ഒരു ചിന്താഗതി മാത്രമാണ് ആ ഖുബ്ബ അവിടെ ഉണ്ടാക്കിയത്. അതിന് ആ നിലക്ക് ഇസ്ലാമികമായ ഒരു പുണ്യം അതിനില്ല എന്ന് വളരെ കൃത്യമായി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പിന്നെ ചില ആളുകൾ പറയാറുണ്ടെന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിങ്കലെത്തിയ റസൂലുള്ളാഹിനോട് ശഫാഅത്ത് ചോദിക്കണം. റസൂലുള്ളാഹിയുടെ ഖബറിന്റെ അടുത്തെത്തിയ റസൂലുള്ളാഹിനോട് ശഫാഅത്ത് ചോദിക്കണം എന്ന് പറഞ്ഞാൽ, നബിയെ പരലോകത്ത് നിങ്ങൾ എനിക്ക് വേണ്ടി റെക്കമെൻഡ് പറയണം നബിയേ എന്ന് റസൂലുള്ളാഹിയുടെ ഖബറിങ്കലെത്തിയാൽ പറയണം എന്ന് ഹജ്ജ് ക്ലാസുകൾ എടുത്തു കൊടുക്കുമ്പോൾ പഠിപ്പിച്ചു വിടുകയും അവിടെ എത്തിയിട്ട് റസൂലുള്ളാഹിയുടെ ഖബറിന്റെ സമീപത്തെത്തിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് ദുആ ചെയ്യുകയും ചെയ്യുന്ന അതിദയനീയമായ സങ്കടകരമായ കാഴ്ച നമുക്ക് കാണാം. റസൂൽ ശുപാർശ ചെയ്യുന്ന ആളല്ലേ, ശരിയാണ്. പക്ഷെ അത് പരലോകത്താണ് റസൂലുള്ള ശുപാർശ ചെയ്യുന്നത്, അതിലാർക്കും തർക്കമില്ല. അതാണ് ഞാൻ നിങ്ങളെ തുടക്കത്തിൽ ഒരു കവിത കേൾപ്പിച്ചില്ലേ, ഹഖുശ്ശഫാഅത്തി ലിർറസൂലി മുസല്ലമു ഫീ യൗമി ഹശ്രി ശൈബി വശുബ്ബാനി في يوم حشر الشيب والشبان من بعد إذن الله يشفع أحمد والخلق في ذاك المقام يعاني. എന്താ അവിടെ പറയുന്നത്? ഹഖ്ഖു ശഫാഅത്തിൽ റസൂലി, റസൂൽ നാളെ പരലോകത്ത് വെച്ച് ദോഷികളായ ആളുകൾക്ക് വേണ്ടി, പാപികളായ മുഅ്മിനീങ്ങളിൽ ദോഷം ചെയ്തിട്ടുള്ള ആളുകൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ മുമ്പിൽ ശഫാഅത്തിനെ ചോദിക്കും എന്ന കാര്യം മുസല്ലമുൻ, അംഗീകരിക്കപ്പെട്ടതാണ്. അതിൽ സംശയം വേണ്ട. അള്ളാഹുവിന്റെ അനുവാദം കിട്ടുമ്പോൾ യശ്ഫഉ അഹ്മദു, സൃഷ്ടികളെല്ലാം വളരെ വിഷമത്തോടുകൂടി മഹ്ശറിൽ വിചാരണക്ക് പോലും എടുക്കാതെ അതിദയനീയമായ ബീഭത്സമായ ആ ദിവസത്തിൽ വളരെ പ്രയാസം സഹിച്ചുകൊണ്ട് കത്തിജ്വലിക്കുന്ന വിയർപ്പിൽ ഒഴുകിക്കൊണ്ട് ആ നിലക്ക് സൂര്യന്റെ കീഴേ മനുഷ്യൻ പ്രയാസത്തോടുകൂടി നിൽക്കുമ്പോ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ച തമ്പുരാന്റെ മുമ്പിൽ ധാരാളക്കണക്കിന് കൊല്ലങ്ങളോളം സുജൂദിൽ കിടക്കുകയും ആ സുജൂദ് കുറെ നീളുമ്പോൾ
കഴിയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനോട് പറയും, യാ മുഹമ്മദു ഇർഫഅ റഅസക, തല ഉയർത്തിക്കോ മുഹമ്മദേ, ഇശ്ഫഅ, നീ റെക്കമെൻഡ് പറഞ്ഞോ, തുശഫഅ, നിന്റെ റെക്കമെൻഡ് സ്വീകരിക്കപ്പെടുന്നതാണ്, സൽ, നീ ചോദിച്ചോ മുഹമ്മദേ, തുഴ്ത്താ, നിന്റെ ചോദ്യത്തിന് മറുപടി നൽകപ്പെടുന്നതാണ്. അപ്പ റസൂലുള്ള പറയും, എന്റെ ഈ ഉമ്മത്തിനെ ഒന്ന്, ഈ മനുഷ്യകോടികളെ ഒന്ന് വിചാരണക്കെടുക്കണം റബ്ബേ. പടച്ചതമ്പുരാന്റെ അനുവാദപ്രകാരം റസൂലുള്ള ശുപാർശ പറയും. നരകത്തിയിൽ കിടക്കുന്ന ആയിരക്കണക്കിന് ദോഷികൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ റസൂല് പടച്ചവന്റെ അനുവാദപ്രകാരം ശുപാർശ പറയും. ഇതൊക്കെ ശരിയാണ്. പക്ഷേ അതുകൊണ്ട് മദീനയിലെത്തിയ റസൂലുള്ളാഹിയുടെ ഖബറിന്റെ അടുത്ത് പോയിട്ടോ ഇവിടെ നിന്നുകൊണ്ടോ റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫീഖൻ വഹ്ലനാ ഇൻ ദാഅയാ സയ്യിദി ഖൈറൻ നബി, ഓ നബിയേ, നിങ്ങൾ ഞങ്ങൾക്ക് റെക്കമെൻഡ് പറയണം, ഞങ്ങൾക്ക് ശുപാർശ പറയണം നബിയേ. പരലോകത്ത് ആരാരുമില്ലാത്ത സമയത്ത് നിങ്ങളുടെ ശുപാർശ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ വലിയ പരാജയത്തിലായി പോകും, അതോർക്കാൻ പോലും വയ്യ നബിയേ, അതുകൊണ്ട് റെക്കമെൻഡ് പറയണം നബിയേ എന്ന് വിദൂര സ്ഥലത്ത് വെച്ചോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ അന്ത്യവിശ്രമം കൊള്ളുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹുജറയുടെ പരിസരത്ത് പോയിട്ടോ ചോദിക്കാവതല്ല. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന്റെ ശേഷം റസൂലുള്ളാഹിനെ നമ്മേക്കാളേറെ സ്നേഹിച്ചിരുന്ന സ്വഹാബാക്കളാരും റസൂലുള്ളാഹിയുടെ ഖബറിടത്തിൽ പോയിട്ട് റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് സഹായം ചോദിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പോയിട്ട് അവർ സങ്കടം പറഞ്ഞിട്ടില്ല. എന്തെല്ലാം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ സ്വഹാബത്തിന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായപ്പോഴും മഹാനായ നമ്മുടെ ജീവനേക്കാൾ സ്നേഹിക്കപ്പെടുന്ന ആദരവായ റസൂലിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യപ്പെട്ട ഹുജറയുണ്ടല്ലോ, അവിടെ പോയിട്ട് നമുക്കൊന്ന് തീർപ്പ് കൽപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സ്വഹാബത്താരും പോയിട്ട് റസൂലുള്ളാഹിനോട് സംസാരിച്ച ഒരു ചരിത്രമില്ല, അവിടുത്തോട് അഭിമുഖ സംഭാഷണം നടത്തിയ ഒരു ചരിത്രമില്ല. അതാണ് ഇസ്ലാമിന്റെ നിയമം. സുഹൃത്തുക്കളെ, പ്രവാചകന്റെ ജീവിതകാലത്തെ പോലെ ഭവ്യതയോടുകൂടി ആദരവോടുകൂടെ മാറി നിൽക്കണം എന്നാണ് പറയുന്നത്. റസൂലുള്ളാഹിയുടെ ഖബർ തൊടാനോ മുത്താനോ പാടില്ല. ഇന്നതിനാർക്കും കിട്ടുകയുമില്ല. ഖബർ എങ്ങനെയെന്ന് പോലും കാണില്ല. അത് ഭദ്രമായി റൂമിന്റെ അകത്താണ്, ഒരാൾക്കും അത് കാണാൻ കഴിയാത്ത നിലക്ക്. അതുകൊണ്ടൊരു ഫിത്നയുണ്ടാകരുത് എന്ന നിലക്ക് തന്നെയാണ് റസൂലുള്ളാഹിയുടെ ഖബർ മറക്കപ്പെട്ടിരിക്കുന്നത്. ആർക്കും കാണാൻ കഴിയില്ല. എന്നാൽ ആ ഖബർ ഉൾക്കൊള്ളുന്ന ഹുജറയുടേതായ ചുമരിലോ അതിന്റെ 4 ഭാഗത്ത് വെച്ചിട്ടുള്ള ഗ്രിൽസുകളിലോ തൂണുകളിലോ ബർക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് തൊടുകയും ചുംബിക്കുകയും ഒക്കെ ചെയ്യുന്നത്, അതുപോലെ തന്നെ മുതുകും വയറുമൊക്കെ ഉരസിക്കൊണ്ട് ബർക്കത്ത് നേടാൻ ശ്രമിക്കുന്നതും പൊട്ടിക്കരയുന്നതും ഒക്കെ കാണാൻ കഴിയും മദീനത്ത് പോയാൽ. ഇത് ശരിയാണോ സുഹൃത്തുക്കളെ? ഇത് ശരിയാണോ? ധാരാളം ആളുകൾ നാട്ടിൽ വെച്ച് പലരെയും പഠിപ്പിച്ചു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഒരു അന്താരാഷ്ട്ര ആണ്ട് നേർച്ചയാണ്, ഒരു അന്താരാഷ്ട്ര ഉറൂസാണെന്ന ക്ലാസ്സും കേട്ടിട്ട് അവിടെ എത്തുന്ന ആളുകൾ നാട്ടിൽ നമ്മളൊരു മക്ബറയിൽ പോയാൽ മുത്തലും തൊടലും തടവലും അതുപോലെ തന്നെ ബറക്കത്തെടുക്കലും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ പിന്നെ ഹെഡ് ഓഫീസിൽ അതെന്തിനാ കുറക്കുന്നതെന്നും പറഞ്ഞിട്ട് അവിടെ പോയി ആളുകൾ ആ നിലക്ക് ബറക്കത്തെടുക്കാൻ വേണ്ടി തൊടാനും ചുംബിക്കാനും വയറും ശരീരത്തിന്റെ ഭാഗങ്ങളും ഒക്കെ വരസാനും ഒക്കെ ശ്രമിക്കാറുണ്ട്. ഇത് വാസ്തവത്തിൽ ശരിയാണോ സുഹൃത്തുക്കളെ? പണ്ഡിതന്മാര് പറയട്ടെ. എന്താ റസൂലുള്ളാഹിയുടെ ഖബറിന്റെ സമീപത്ത് ചെയ്യേണ്ടുന്ന ആചാരം? എന്താണ് ചെയ്യരുതാത്ത അനാചാരം? ഇമാം നവവി അദ്ദേഹത്തിന്റെ ശറഹുൽ മുഹദ്ദബിൽ നമുക്ക് കാണാം. അദ്ദേഹം പറയുന്നു, വലാ യജൂസു അൻ യുത്വാഫ ബിഖബ്രിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയുടെ ഖബർ തവാഫ് ചെയ്യപ്പെടാൻ പാടില്ല. തവാഫ് ചെയ്യാൻ മുസ്ലിമീങ്ങൾക്ക് അനുവദിക്കപ്പെട്ട ഒരൊറ്റ കേന്ദ്രമേയുള്ളൂ. അത് അല്ലാഹുവിന്റെ ഭവനമായ ഇന്ന അവ്വല ബൈത്തിൻ ഉദിയ ലിന്നാസി ലല്ലദീ ബിബക്ക, ബക്ക എന്ന പ്രദേശത്ത് ആദ്യമായി സ്ഥാപിക്കപ്പെട്ട വിശുദ്ധ കഅബാലയമാണ്. വേറൊന്നും തവാഫ് ചെയ്യാൻ അനുവാദമല്ല. റസൂലുള്ളാഹിയുടെ ഖബർ ശരീഫ് വരെ തവാഫ് ചെയ്യാൻ പാടില്ല. ഈ ലോകത്ത് ഏറ്റവും മുന്തിയ ബഹുമാനമുള്ള ഒരു ഖബറാണ് റസൂലുള്ളാഹിയുടെ ഖബർ. ഏറെ ആദരിക്കപ്പെടേണ്ടുന്ന ഖബറാണ് റസൂലുള്ളാഹിയുടെ ഖബർ. ഏറ്റവും ശ്രേഷ്ഠകരവും പുണ്യകരവുമായ ഒരു ഖബറുണ്ടെങ്കിൽ ഈ ലോകത്തത് റസൂലുള്ളാഹിയുടെ ഖബറാണ്. ആ സ്ഥലത്തെത്തിയാൽ പോലും അവിടെ തവാഫ് ചെയ്യാൻ പാടില്ല. എന്നിട്ടാണ് ഭീമാപള്ളിയിൽ തവാഫ് ചെയ്യണത്. ഭീമാപള്ളിയിൽ പോയിട്ട് ചന്ദനക്കുടം തലയിൽ വെച്ച് തവാഫ് ചെയ്യുന്നു സ്ത്രീയും പുരുഷനുമൊക്കെ. നഫീസത്ത് ബീവിയുടെ ദർഗയുള്ള നഫീസത്ത് ബീവിയുടെ ഖബറുള്ള മിസ്റിലെത്തിയാൽ
അവിടെ തവാഫ് ചെയ്യുന്ന ആളുകളുണ്ട്. തവാഫ് ചെയ്യാൻ കൽപ്പനയുണ്ട് മൗലിദിൽ, നഫീസത്ത് മൗലിദിൽ. വദ്ഖുൽ വതുഫ് വസ്അ വസൽ ബിതഅദ്ദുബിൻ മാ തസ്തഹീഹി വനാദിഹാ യാ താഹിറ. ഓ താഹിറ എന്ന് വിളിച്ചുകൊണ്ട് അവരോട് സങ്കടം പറയുന്നതിന്റെ പുറമെ വദ്ഖുൽ, നീ ആ ദർഗയിൽ പ്രവേശിക്കണം, വതുഫ്, നീ തവാഫ് ചെയ്യണം, വസ്അ, നീ സഅയും നടക്കണം. നോക്കണം നിങ്ങൾ, ഇത് ഇസ്ലാമല്ല എന്ന് പറഞ്ഞാൽ ആളുകൾ തെറ്റിദ്ധരിക്കാണ്. ഇതാണോ ഇസ്ലാം? ഏതാണ് ഇസ്ലാം എന്ന് പ്രമാണങ്ങളല്ലേ പറയേണ്ടത്? അപ്പൊ നോക്കൂ, റസൂലുള്ളാഹിയുടെ ഖബർ വരെ തവാഫ് ചെയ്യപ്പെടരുത്. വയുക്റഹു ഇൽസാഖുൽ ലഹരി വൽ ബത്നി, പുറവും വയറുമൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഉരസലും പാടില്ലാത്തതാണ്. ബിജിദാരിൽ ഖബരി, ഖബറിന്റെ ചുമരിന്മേൽ. മാത്രമല്ല യുക്റഹു മസ്ഹുഹു ബിൽ യദി, കൈകൊണ്ട് തൊടൽ പാടില്ലാത്തതാണ്. വതഖ്ബീലുഹു, അതിനെ ചുംബിക്കലും പാടില്ലാത്തതാണ്. ബലിൽ അദബു, പിന്നെ എന്താണ് അവിടെ കാണിക്കേണ്ട മര്യാദ? അൻ യബ്ഉദ മിൻഹു കമാ യബ്ഉദു മിൻഹു ലൗ ഹദറഹു ഫീ ഹയാതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിയുടെ ജീവിതകാലത്ത് പോയി നിൽക്കും പോലെ ഭവ്യതയോടുകൂടെ മാറി നിൽക്കണം, വിട്ടു നിൽക്കണം, ആദരവോടുകൂടി. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഹാദാ ഹുവസ് സവാബുൽ ലദീ ഖാലഹുൽ ഉലമാഉ, ഹാദാ ഹുവസ് സവാബു, ഇതാണ് ശരി, അല്ല ഇത് മാത്രമാണ് ശരി. ഖാലഹുൽ ഉലമാഉ, പണ്ഡിതന്മാര് മുഴുവൻ ഇതാണ് പറഞ്ഞത്. വഅത്ബഖു അലൈഹി, അവരാ കാര്യത്തിൽ ഏകോപിച്ചിട്ടുമുണ്ട്. ഒരു പണ്ഡിതനും ഈ കാര്യത്തിൽ തർക്കമില്ല. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, വലാ യഗ്തറ ബിമുഖാലഫതി കസീരീന മിനൽ അവാമി വഫിഇലിഹിം ദാലിക. നീ മദീനത്ത് പോയാൽ എന്നാൽ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാര് അവരുടെ വിവരക്കേട് കൊണ്ട് ഇതിനെതിരെ അവിടെ ചെയ്യുന്നത് കാണുമ്പോ നീ അത് കണ്ടിട്ടത് വഞ്ചിതനായി പോകരുത്. ഇതൊന്നും ഞാൻ വായിക്കുന്ന വാചകങ്ങളല്ല, നവവി ഇമാമിന്റെ ശറഹുൽ മുഹദ്ദബിലെ ഉദ്ധരണികളാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫഇന്നൽ ഇഖ്തിദാഅ വൽ അമല, നമുക്ക് മാതൃകായോഗ്യമായ പ്രവർത്തനങ്ങൾ, ഒരു കാര്യത്തിന് നമുക്ക് മാതൃകയാക്കേണ്ടത് ഇന്നമാ യകൂനു ബിൽ അഹാദീസി സ്വഹീഹത്തി, സ്വഹീഹായ ഹദീസുകളുള്ള കാര്യങ്ങളാ ചെയ്യേണ്ടത്. വാഖ്വാലിൽ ഉലമാ, ഈ പണ്ഡിതന്മാരുടെ, ഈ ഹദീസൊക്കെ പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളും. അതേ അവസരത്തിൽ വലാ യുൽതഫതു ഇലാ മുഹദസാത്തിൽ അവാമി വഗൈരിഹിം വജഹാലാതിഹിം, സാധാരണക്കാരായ ആളുകളുടെ വിഡ്ഢിത്തരങ്ങളുള്ള പ്രവർത്തനങ്ങൾ കണ്ടിട്ട് അതിലേക്ക് നീ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യരുത്. കാരണം അദ്ദേഹം തെളിവുദ്ധരിക്കുന്നു, വഖദ് സബത ഫി സ്വഹീഹൈനി അൻ ആയിഷ റളിയല്ലാഹു അൻഹാ, ആയിഷ ബീവിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്വഹീഹ് ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും അത് വന്നിട്ടുമുണ്ട്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ ദീനിന്റെ വിഷയത്തിൽ അതിലില്ലാത്തതാരെങ്കിലും പുതിയനായി കൊണ്ടുവന്നാൽ അത് തള്ളണം. ഫീ റിവായത്തിൽ മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു പ്രവർത്തനം ആരെങ്കിലും പ്രവർത്തിച്ചാൽ അത് തള്ളേണ്ടതാണ്. എന്നിട്ട് അദ്ദേഹം പിന്നെ വിശദീകരിക്കുകയാണ് അവസാനം, വമൻ ഖതറ ബിബാലിഹി, ആരുടെയെങ്കിലും ഹൃദയത്തിൽ തോന്നിയാൽ, എന്തു തോന്നിയാൽ? അന്നൽ മസ്ഹബിൽ യദി, അവിടെ ഒന്ന് കൈകൊണ്ടൊന്ന് തടവലും ചുംബിക്കലും മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്യലാണ് അബ്ലഗു ഫിൽ ബറക്കത്തി, ബറക്കത്ത് കിട്ടാൻ ഏറ്റവും നല്ലത് അതൊക്കെ ചെയ്യലാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ, നല്ല കാര്യ ചെയ്തോളൂ എന്നല്ല അദ്ദേഹം പറയുന്നത്, അങ്ങനെ തോന്നുന്നുവെങ്കിൽ ഫഹുവ മിൻ ജഹാലതിഹി വഗഫലതിഹി, അതവന്റെ ജഹാലത്തിന്റെ ലക്ഷണമായി എണ്ണിയാൽ മതി. അവൻ ജാഹിലാണെന്ന് നീ മനസ്സിലാക്കിയാൽ മതി. അതവന്റെ വിഡ്ഢിത്തമാണ്. വഗഫലതിഹി, അവന്റെ അശ്രദ്ധയുമാണെന്ന് പഠിച്ചാൽ മതി. ലിഅന്നൽ ബറക, കാരണം ബറക്കത്ത് ബറക്കത്ത് എന്നൊക്കെ പറയുന്നത് ഇന്നമാഹിയ ഫീമാ വാഫഖ ശറ, ശറഇനോട് യോജിച്ചു വരുന്ന കാര്യങ്ങളിലേ ബറക്കത്തുള്ളൂ. വകൈഫ യബ്തഗിൽ ഫളു ഫീ മുഖാലഫത്തി സ്വവാബ്, ശരിയായ ആചാരങ്ങൾക്കെതിരെ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൂടെ എങ്ങനെയാണോ നിനക്ക് ഫള് ലഭിക്കാൻ സാധിക്കുന്നത്? ഇത്രയും വാചകങ്ങൾ നവവി ഇമാമിന്റെ വാചകങ്ങളാണ്, ഞാൻ പറഞ്ഞതല്ല. അപ്പൊ ഖബറിൽ പോയാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ് അവിടെ ചെയ്യാൻ പാടുള്ളൂ. റസൂലുള്ളാഹിനെ വിളിച്ചു തേടല്ല, ആ ഭവ്യതയോടുകൂടി സലാം പറയുക. ഇതാണ് സ്വഹാബാ കിറാം ചെയ്തത്. ഇത് പറയുമ്പോ പറയും, എന്താ അറിയോ, ഇവര് മദീനയിലേക്ക് പോകൂല, ഇവര് മദീനത്തിലേക്ക് സിയാറത്തിന് പോകൂല. കാരണം അവർക്ക് ഏറ്റവും വെറുപ്പുള്ള ആളാ അവിടെ കിടക്കുന്നത്. മഹാദല്ലാഹ്, അല്ലാഹുവില്ല ഭയം. ഓരോരുത്തരെ പ്രസംഗിക്കുകയാണെന്ന്, നിങ്ങൾ മദീനത്തിലേക്ക് പോകുമ്പോ
അവിടെ വഹാബികളെ കാണൂല. കാരണം മദീന അവർക്ക് അലർജിയാണ്. കാരണം അവർ ഏറ്റവും വെറുക്കുന്ന ഒരാളുടെ ഖബറുണ്ട് അവിടെ പോലും. എന്തുമാത്രം തെറ്റിദ്ധരിപ്പിക്കലാണ്. അവിടെ ചെന്നിട്ട് ചെയ്യേണ്ട ആചാരങ്ങൾ എന്താണെന്ന് വിശദീകരിക്കുമ്പോ, അനാചാരങ്ങൾ എന്താണെന്ന് വിശദീകരിക്കുമ്പോ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ആദരവായ ഹബീബിനോട് അവർക്ക് വെറുപ്പാണെന്ന്. പുന്നാര ഹബീബിനോട് വെറുപ്പാണ് പോലും. റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത് അലർജിയാണ് പോലും. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ യഥാർത്ഥത്തിൽ സ്വലാത്ത് ചൊല്ലുന്നൊരു വിഭാഗമുണ്ടെങ്കിൽ അത് സലഫികൾ മാത്രമാണ്. മറ്റുള്ളവർ ചൊല്ലുന്ന സ്വലാത്തുകളൊന്നും റസൂലുള്ളാഹിക്ക് പരിചയമുള്ള സ്വലാത്തുകളല്ല. സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് പരിചയമുള്ള സ്വലാത്തല്ല. ഉമർ ഖത്താബ് തങ്ങൾക്ക് പരിചയമുള്ള സ്വലാത്തല്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് പരിചയമുള്ള സ്വലാത്തല്ല. സ്വഹാബികൾക്കോ താബീഇങ്ങൾക്കോ പരിചയമില്ലാത്ത പിൽക്കാലത്ത് ആരൊക്കെയോ കെട്ടിയുണ്ടാക്കിയ നാരിയത്ത് സ്വലാത്ത് എന്നും കമാലിയത്ത് സ്വലാത്ത് എന്നും ദലായിലുൽ ഖൈറാത്ത് എന്നും ഒക്കെ പേരുള്ള പലതും ചൊല്ലിക്കൊണ്ടാണ് അവർ സ്വലാത്തിന്റെ പോരിശയ്ക്ക് വേണ്ടി ഓടി നടക്കുന്നതെങ്കിൽ അതാ അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുനാവ് കൊണ്ട് അവിടുത്തെ പരിശുദ്ധമായ നാവിലൂടെ ഈ ഉമ്മത്ത് കേട്ടിട്ടുള്ള ഒരു സ്വലാത്തുണ്ട്. സ്വഹാബത്തിനത് കൈമാറിക്കൊടുത്തതാണ് റസൂലുള്ളാഹ്. അതിന്ന് മുസ്ലിമീങ്ങൾ അവരുടെ നിസ്കാരത്തിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. വ്യത്യസ്ത റിപ്പോർട്ടുകളിലൂടെ വന്നിട്ടുള്ള ആ സ്വലാത്താണ് യഥാർത്ഥത്തിലുള്ള സ്വലാത്ത്. അത് നിങ്ങൾ മദീനത്തെ പള്ളിയിൽ വെച്ചല്ലേ എവിടെ വെച്ചും അധികരിപ്പിക്കേണ്ടതാണ്. കാരണം മൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി അശറ, ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു തവണ റബ്ബിനോട് ഗുണത്തിന് വേണ്ടി ചോദിച്ചാൽ അല്ലാഹു അവന് 10 തവണ പ്രതിഫലം നൽകുന്നതാണ്. അവന് 10 പ്രതിഫലം അല്ലാഹു ഓഫർ ചെയ്തിരിക്കുന്നു. അത്ര പുണ്യമുള്ള സംഗതിയാണത്. എന്നാൽ സ്വഹാബികൾക്കും താബീഇങ്ങൾക്കും പരിചയമില്ലാത്ത വ്യാജ സ്വലാത്തുകൾ ഉണ്ടാക്കുകയും എന്നിട്ട് സ്വലാത്ത് മജ്ലിസുകളും വാർഷികങ്ങളും സംഘടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ലക്ഷക്കണക്കിന് മനുഷ്യന്മാരുടെ കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയും അതുപോലെ തന്നെ അവരുടെ ഈമാനിനെയും ഇങ്ങോട്ട് പോക്കറ്റടിച്ചിട്ട് അവരെ അങ്ങ് കാലിയാക്കി വിടുന്ന നിലക്കുള്ള ഒരു സ്വലാത്തിന് മുസ്ലിമീങ്ങൾ ഒരിക്കലും കൂട്ടുനിന്നിട്ടില്ല, കൂട്ടുനിൽക്കുകയുമില്ല. മദീനയിൽ പോയാൽ ചൊല്ലേണ്ട സ്വലാത്തും റസൂലുള്ളാഹി പഠിപ്പിച്ച സ്വലാത്താണ്. ആദരവോടുകൂടെയാണ് അവിടെ പെരുമാറേണ്ടത്. അതുപോലെ തന്നെ അവിടെ ബഖീഅ എന്ന് പറയുന്ന ഒരു ശ്മശാനമുണ്ട്. സ്വഹാബാ കിറാം അടക്കം 10,000 മഹാത്മാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മഖ്ബറയാണത്. അവിടെയും പോയാലും സലാം പറയലും ദുആ ചെയ്യലുമാണ് പഠിപ്പിച്ചത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചല്ലോ, നബിയെ ഖബർ സന്ദർശിക്കുന്ന അവസരത്തിൽ എന്താണ് ഞാൻ പറയേണ്ടതെന്ന ചോദ്യത്തിന് മഹാനായ നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് അസ്സലാമു അലൈക്കും അസ്സലാമു അലാ അഹ്ലിദ് ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ. ഈ മുസ്ലിമീങ്ങളുടെ ഭവനങ്ങളിൽ താമസിക്കുന്ന ആളുകളോട് അവിടെ പോയിട്ട് അവർക്ക് രക്ഷയ്ക്ക് വേണ്ടി ദുആ ചെയ്യണം. അതുപോലെ തന്നെ അല്ലാഹു നിങ്ങൾക്ക് സൗഖ്യം തരട്ടെ എന്ന് ദുആ ചെയ്യണം. അതുപോലെ തന്നെ ഇതാ ഞങ്ങളും ഏറെ താമസിയാതെ നിങ്ങളെപ്പോലെ ഈ 6 അടി മണ്ണിലേക്ക് ഒറ്റക്ക് കിടക്കാൻ വരേണ്ടവർ തന്നെ എന്ന് പറഞ്ഞിട്ട് ഈ ഖബർ കാണുമ്പോൾ സന്ദർശിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ ഞാനും മരിക്കണം ഇതുപോലെ ഈ മണ്ണറക്കൂട്ടിൽ ഏകനായി എന്റെ അമലോർത്തുകൊണ്ട് കിടക്കേണ്ടവനാണ് എന്ന വിചാരവുമാണ് നിനക്ക് ഖബർസ്ഥാനിൽ പോയാൽ ഉണ്ടാകേണ്ടത്, മഖ്ബറയിലെത്തിയാൽ ഉണ്ടാകേണ്ടതെന്ന് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ബഖീയിലേക്ക് പോകുമ്പോഴും അതാണ് ചിന്തിക്കേണ്ടത്. ഇനി കുറച്ചപ്പുറത്തേക്ക് പോയാൽ ഉഹദ് ശുഹദാക്കളുടെ മഖ്ബറയുള്ള ഉഹദ് മലയുടെ പരിസരത്ത് ഹംസത്ത് റളിയല്ലാഹു അൻഹുവിന്റേതടക്കം ഉഹദിൽ ഷഹീദായ ആളുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു ബൗണ്ടറി ഉണ്ട്, ഒരു പറമ്പുണ്ട്. അവിടെ എത്തിയാലും അങ്ങനെ തന്നെയാണ് സലാം പറയുകയും അവിടെ പാലിക്കേണ്ടുന്ന മര്യാദകൾ പാലിക്കുകയും ചെയ്യുക. അതല്ലാതെ അവരെ വിളിച്ചുകൊണ്ട് ദുആ ചെയ്യാനല്ല. സുഹൃത്തുക്കളെ, ഞാൻ അത്ഭുതപ്പെട്ടുപോയി. നമ്മുടെ KC ഉസ്താദ് 2 കൊല്ലം മുമ്പ് ഹജ്ജിന് പോയ അവസരത്തിലുണ്ടായ ഒരു അനുഭവം അദ്ദേഹം ഞാനുമായി പങ്കുവെച്ചു. അദ്ദേഹം പറയുകയാണ്, 2 വർഷം മുമ്പ് ഹജ്ജിന് പോയിട്ട് മക്കയിൽ നിന്ന് ആചാരങ്ങളൊക്കെ കഴിഞ്ഞ് മദീനയിലേക്ക് പോകുമ്പോ മിനായിൽ വെച്ച് ഒരു സഖാഫി ഹാജിമാർക്ക് ക്ലാസ് എടുത്തു കൊടുക്കാൻ എന്താ പറയുന്നത്, നമ്മുടെ മക്കയിലെ പണിയൊക്കെ കഴിഞ്ഞു, ഇനി നമ്മൾ മദീനത്തേക്ക് പോവുകയാണ്, റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് പോവുകയാണ്. ആളുകളോട് പറയാണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം, മക്കത്തുള്ള എല്ലാ ഖബറിലും പോയിട്ട് എല്ലാരോടും യാത്ര പറയണം. യാത്ര പറഞ്ഞാൽ മാത്രം പോരാ, ഞങ്ങൾ പോവുകയാണ്, അതും മാത്രം പറഞ്ഞാൽ പോരാ. നിങ്ങൾ പോയിട്ട് മക്കയിലുള്ള മഹത്തുക്കളുടെ ഖബറിലൊക്കെ പോയിട്ട് പറയണം, ഞങ്ങൾ മദീനത്തേക്ക് വരുന്നുണ്ട്, നബിയെ നിങ്ങളെ കാണാൻ ചില ആളുകൾ വരുന്നുണ്ട് എന്ന വിവരം നിങ്ങളൊന്ന് മുൻകൂട്ടി കൊടുക്കണേ. നോക്കണം,
ഇവര് മുൻകൂട്ടി അറിയിച്ചിട്ട് വേണല്ലോ, നബിക്ക് അറിയാന്നാണല്ലോ അപ്പൊ ഇവര് വിശ്വസിക്കുന്നത്. നബിയാണെങ്കിൽ എല്ലായിടത്തും ഉണ്ട്, കാണുന്നും കേൾക്കുന്നുണ്ടെന്നും. വൈരുദ്ധ്യല്ലേ ഈ പറയുന്നതൊക്കെ? നിങ്ങൾ നോക്കൂ, ആ നിലക്കാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ മദീനത്ത് പോണത് എന്തിനാ? നബിയോട് സങ്കടം പറയാൻ, ബഖീൽ പോയിട്ട് ദുആ ചെയ്യാൻ, ഉഹദ് ശുഹദാക്കളോട് പ്രാർത്ഥിക്കാൻ. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ? പ്രവാചകൻ അംഗീകരിച്ചതാണോ? മദീനയുടെ പ്രത്യേകത പറഞ്ഞപ്പോ നമുക്കൊരു ഹദീസിൽ കാണാം, മൻ അഹദസ ഫീഹാ ഹദസൻ ഔ ആവാ മുഹ്രിസൻ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ. മദീന ഹറമിൽ വെച്ച് പടച്ചവന് വെറുപ്പുള്ള ഒരു സംഗതിയും ചെയ്യാൻ പാടില്ല. മദീനയുടെ പരിസരത്ത് വെച്ച് മദീനയുടെ മണ്ണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു വെറുക്കുന്ന ഒരു സംഗതിയും ചെയ്യാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും അവിടെ വെച്ച് വല്ല സംഗതിയും ചെയ്താൽ, അല്ലെങ്കിൽ അങ്ങനെ വെറുപ്പുള്ള സംഗതി ചെയ്യുന്നവന് അഭയം നൽകിയാൽ പോലും, അവന് പിന്തുണ നൽകിയാൽ പോലും ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവന് അള്ളാഹുവിന്റെ ശാപമുണ്ടാകും. വൽ മലായികത്തി, മലക്കുകളുടെയും, വന്നാസി അജ്മഈൻ, മുഴുവൻ മനുഷ്യരിൽ നിന്നുമുള്ള ശാപമുണ്ടാകും. ലാ യുഖ്ബലു മിൻഹു, അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്നതുമല്ല. യൗമൽ ഖിയാമത്തി സർഫുൻ വലാ അദ്ലുൻ, അവനിൽ നിന്ന് യാതൊന്നും നാളെ പരലോകത്ത് അല്ലാഹു സ്വീകരിക്കുന്നതല്ല. സഹീഹ് ബുഖാരിയിലും അതുപോലെ തന്നെ മുസ്ലിമിലും ഈ ഹദീസ് വന്നിട്ടുണ്ട്. അവിടെ വെച്ചിട്ട് ഒരു തോന്നിയാസം ചെയ്യാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. മറിച്ച് അവിടെ പോയിട്ട് മദീനത്തെ പള്ളിയിലോ പരിസരത്തൊക്കെ പോയിട്ട് ശിർക്ക് ചെയ്താലോ, ബിദഅത്ത് ചെയ്താലോ, ഹറാമ് ചെയ്താലോ എത്രയാണ് അതിന്റെ ഗൗരവം സുഹൃത്തുക്കളെ. മഹാനായ നബി തങ്ങളോടുള്ള സ്നേഹം അങ്ങനെയൊന്നുമല്ല കാണിക്കേണ്ടത്. അവിടുന്ന് പഠിപ്പിക്കുന്നു, അള്ളാഹുവിനോട് സ്നേഹം വേണോ, റസൂലിനോട് സ്നേഹം വേണോ? എന്താ വേണ്ടത്? ഖുൽ, നബിയെ പഠിപ്പിച്ചു കൊടുക്കൂ സമൂഹത്തോട്, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, ഫത്തബിഊനി, നിങ്ങൾ റസൂലുള്ളയായ എന്നെ നിങ്ങൾ പിൻപറ്റണം. ഞാൻ പഠിപ്പിച്ചതിന് എതിര് ചെയ്യാതെ ഞാൻ കാണിച്ചു തന്ന പാന്താവിലൂടെ നിങ്ങൾ മുന്നോട്ട് സഞ്ചരിച്ചാൽ യുഹ്ബിബുകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നതാണ്. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തു തരുന്നതുമാണ്. അള്ളാഹുവിന്റെ സ്നേഹം വേണോ നമുക്ക്? റസൂലുള്ളയോടുള്ള സ്നേഹം നിലനിൽക്കണോ? അതുപോലെ തന്നെ നമുക്ക് അള്ളാഹുവിങ്കൽ നിന്നുള്ള പാപമോചനം വേണോ? റസൂലുള്ളാഹി കാണിച്ചു തന്ന മാർഗത്തിലൂടെ മുന്നേറണം. ആ വഴിക്ക് തന്നെ കടുകിട വ്യതിചലിക്കാതെ മുന്നോട്ട് പോകണം. എങ്കിലേ റസൂലുള്ളാഹിനോട് സ്നേഹിക്കലാവൂ. അത് മദീനത്ത് വെച്ച് മാത്രം പോരാ, ലോകത്ത് ഏത് കോണിൽ വെച്ചാണെങ്കിലും മുസ്ലിമീങ്ങൾ ഉള്ള സ്ഥലത്ത് വെച്ചൊക്കെ അവരുടെ നാവിലൂടെ തത്തിക്കളിക്കുന്ന ഒരു വാചകമാണ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ റസൂലുള്ളാഹിയുടെ ശരീരത്തോട് നമുക്ക് ബഹുമാനമുണ്ട്. അവിടുന്ന് പഠിപ്പിച്ച വാക്കുകളോട് ബഹുമാനമുണ്ട്. ആ വാക്കുകൾ എഴുതപ്പെട്ട ഹദീസിന്റെ ഗ്രന്ഥങ്ങളോട് നമുക്ക് ബഹുമാനമുണ്ട്. അവിടുന്ന് പഠിപ്പിച്ച മുഴുവൻ ആദർശങ്ങളോടും ബഹുമാനമുണ്ട്. അങ്ങനെ റസൂലുള്ളാഹിയുടെ ഓരോ കാര്യങ്ങളോടും ബഹുമാനവും സ്നേഹവും പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിക്കുകയും അവിടുന്ന് ശക്തമായി തന്നെ എതിർത്ത കാര്യമാണ് ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ വിളിച്ചു ദുആ ചെയ്യുകയുള്ളൂ എന്ന് നബിയെ പറയൂ. വലാ ഉശ്രികു ബിഹി അഹദ, ഞാൻ അവരിൽ ഒരാളെയും പങ്കു ചേർക്കുന്നതല്ല എന്ന് പഠിപ്പിച്ച പുന്നാര റസൂല്. ഏറ്റവും വെറുത്ത സംഗതിയാണല്ലോ ശിർക്ക്. അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാണല്ലോ ശിർക്ക്. അത് മദീനത്ത് വെച്ചാകുമ്പോൾ ഗൗരവം എത്രയാണ്, മറ്റു സ്ഥലത്ത് വെച്ചാകുമ്പോഴും ഗൗരവം ഒട്ടും കുറയുന്നില്ലെങ്കിലും മദീനയിൽ വെച്ചാകുമ്പോ അതിൽ ലഅനത്തിന് വരെ കാരണമാകുന്ന സംഗതി എന്നല്ലേ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മദീന സന്ദർശനം പുണ്യകരമാണ്. പക്ഷേ അതിൽ വിധിക്കപ്പെട്ടത് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കണം, വിലക്കപ്പെട്ടതും മനസ്സിലാക്കണം. രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കിയിട്ട് വിധിക്കപ്പെട്ടത് പിൻപറ്റുകയും വിലക്കപ്പെട്ടത് വർജിക്കുകയുമാണ് ചെയ്യേണ്ടത്. അതാണ് ഇസ്ലാമികമായി ഒരു മനസ്സാക്ഷി അതിൽ സ്വീകരിക്കേണ്ടുന്ന മാർഗം. ഇതാണ് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അതുപോലെ തന്നെ ഖുബായിലെ പള്ളിയിൽ വെച്ച് അവിടെ എത്തുകയാണെങ്കിൽ ഖുബായിലെ പള്ളിയിൽ മാത്രം അവിടെ 2 റക്അത്ത് നമസ്കരിക്കുന്നത് ഒരു ഉംറയുടെ പുണ്യമാണെന്ന് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ നിലക്ക് പ്രത്യേകത ഖുബായിലെ പള്ളിക്കുള്ളതായി പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് മദീനയെ സംബന്ധിച്ചിടത്തോളം മദീന സന്ദർശനവുമായി ഹാജിമാരും അല്ലാത്ത ആളുകളും ഒക്കെ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ കാണിച്ചു തന്നതാണ് ദീൻ. ഖൈറുൽ ഹദി ഹദി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും മുന്തിയ ചര്യ, ഉത്തമമായ ചര്യ റസൂലുള്ളാഹിയുടെ ചര്യയാണ്. വശറൽ ഉമൂരി മുഹദസാതുഹാ, കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും മോശമായത്
പുതിയ ആചാരങ്ങളാണ്. അതുകൊണ്ട് വകുല്ലു മുഹദസത്തിൻ ബിദ്അ, എല്ലാ പുതിയതും പുത്തനാചാരങ്ങളും വഴികേടുകളാണ്, ബിദ്അത്തുകളാണ്. വകുല്ലു ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തുകളും വഴികേടുകളാണ്. വകുല്ലു ദലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടുകളും നരകത്തിലേക്കാണ്. അർഹമുർ റഹീമീനായ തമ്പുരാൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നമ്മുടെ നേതാവായ, നമ്മുടെ കരളിന്റെ കഷ്ടമായ, നമ്മുടെ ജീവനേക്കാൾ നാം സ്നേഹിക്കേണ്ടുന്ന പുന്നാര മുത്തുനബിയെ സ്നേഹിക്കാനും ആ മുത്തുനബിയുടെ ആദർശങ്ങളെ പിന്തുടരാനും അവിടുന്ന് കൽപ്പിച്ച കാര്യങ്ങൾ ശിരസാവഹിക്കാനും അവിടുന്ന് വിരോധിച്ചവയെ വർജിക്കുകയും ചെയ്തുകൊണ്ട് യഥാർത്ഥത്തിൽ പ്രവാചകനെ സ്നേഹിക്കുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ശരീരത്തിനും മനസ്സിനും സുഖവും സന്തോഷവും നൽകി അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബാദികളെയും മാതാപിതാക്കളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ.